ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 3ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് തിങ്കളാഴ്ച EVS ആണ് എക്സാം, എൻവിയോൺമെൻറ്റൽ സയൻസ്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2019-20 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി 1 VR5 ഫോളോയിങ് ആർ സം ഓഫ് ദി എക്സ്പീരിയൻസസ് ഓഫ് സെൻസ് ഓർഗൻസ്. അപ്പോൾ സെൻസ് ഓർഗൻസിൻ്റെ കുറച്ച് എക്സ്പീരിയൻസസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്വീറ്റ്നെസ് ഓഫ് ഹണി, ബ്യൂട്ടി ഓഫ് പീകോക്ക്, സൗണ്ട് ഓഫ് ബെൽ, ദെൻ ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് സെൻസ് ഓർഗൻ, റൈറ്റ് ദം ഇൻ ദ ബോക്സസ് ഗിവൺ അലോങ് സൈഡ്. അപ്പോൾ കൊണ്ട് ഇതിലേതാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക? ഏതാണ്? ബ്യൂട്ടി ഓഫ് പീകോക്ക്. ഇനി നെക്സ്റ്റ് നോസ് കൊണ്ട് എന്താണ് മണക്കാൻ പറ്റൂലേ? ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ. ഇനി ഇയറിൻ്റെ എന്താണ്? സൗണ്ട് ഓഫ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ ടങ്ങിൻ്റെ സ്വീറ്റ്നെസ് ഓഫ് ഹണി. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗൻ ഹെൽപ്പ് അസ് ഫീൽ ഹോട്ട്നെസ്, പുട്ട് ടിക്ക് മാർക്ക്. അപ്പോൾ ഇതിലേതാണ് ഹോട്ട്നെസ്, ചൂട് മനസ്സിലാക്കാൻ സാധിക്കുക? നോസ്, ഇയേഴ്സ്, സ്കിന്ന്, ഐസ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കിന്നാണ്. ഓപ്ഷൻ സി, സ്കിൻ. ഇനി അടുത്ത ആക്ടിവിറ്റി നമ്പർ 2 ഒക്യുപ്പേഷൻസ്. ലുക്ക് അറ്റ് ദ പീപ്പിൾ ഇൻ ഗോബൂസ് വില്ലേജ്. അപ്പോൾ ഗോബുവിൻ്റെ വില്ലേജിലത്തെ ആൾക്കാരുടെ ജോലിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദേ ആർ എൻഗേജ് ഇൻ ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻസ്. അപ്പോൾ അവർ പല ഒക്യുപ്പേഷൻസിൽ എൻഗേജ്ഡ് ആണ് ഓരോരുത്തരും. ഓക്കെ, അപ്പോൾ അതാണ് താഴെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ആ പിക്ചർ ഒന്ന് നോക്കുക. പിന്നെ അതിൽ ക്വസ്റ്റ്യൻ നെയിം ദ ഒക്യുപ്പേഷൻ ഇൻ വിച്ച് ദ പീപ്പിൾ ആർ എൻഗേജ്ഡ്. അപ്പോൾ പീപ്പിൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻസ് ഏതൊക്കെയാണ്? സ്റ്റിച്ചിങ് ക്ലോത്ത്സ്, അതുപോലെ ഫാമിങ്, ഫിഷിങ്, കാർപ്പൻട്രി. ഇതിനൊന്ന് അവർ നമുക്ക് തന്നിട്ടുണ്ട് മാർക്കറ്റിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗോബു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് കണ്ടക്റ്റഡ് ആൻ ഒക്യുപ്പേഷൻ സർവേ. അപ്പോൾ ഗോബുവിൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു ഒക്യുപ്പേഷൻ സർവേ കണ്ടക്ട് ചെയ്തു. എക്സാമിൻ ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഒക്യുപ്പേഷൻ, നമ്പർ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ ഫാമിങ് 42, കാർപ്പൻട്രി 20, സ്റ്റിച്ചിങ് ക്ലോത്ത്സ് 10, മാർക്കറ്റിംഗ് 30, ഫിഷിങ് 12, ട്രീറ്റിംഗ് പേഷ്യൻസ് 2. ഇനി ഫൈൻഡിങ്സ്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലായ കാര്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. Gobi identified that more people engaged in farming in his village. Some people are interested in stitching clothes, but they are less than carpentry. Few more people engaged in marketing and they are greater in number of carpentry works. Only a few people interested in fishing, but the people who engaged in treating patients are very less in Gobu's village. Okay. അതിലെ സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദിസ് ടൂൾ യൂസ്ഡ് ഫോർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ടൂള് എന്തിനാണ് യൂസ് ചെയ്യുക? കാർപ്പൻട്രി, ഫാമിംഗ്, സ്റ്റിച്ചിങ് ക്ലോത്ത്സ്, ഫിഷിംഗ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഫാമിംഗ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആക്ടിവിറ്റി 3 കളർഫുൾ ബട്ടർഫ്ലൈസ്. അഭിനവ് ബ്രോട്ട് ദിസ് പ്ലാന്റ് ഫോർ പ്ലാന്റിംഗ് ഇൻ എ ബട്ടർഫ്ലൈ പാർക്ക് ഇൻ ഹിസ് സ്കൂൾ. കളർ ഇറ്റ് ബ്യൂട്ടിഫുള്ളി. അപ്പോൾ എ ക്വസ്റ്റ്യൻ എന്താ? ഈ തന്നിരിക്കുന്ന ഫ്ലവർ, ആ പ്ലാന്റ് കളർ ചെയ്യുക. അപ്പോൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചറിൽ തന്നിരിക്കുന്നത് പോലെ കളർ ചെയ്യുക. ഓക്കെ, നെയിം ദ പ്ലാന്റ്. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? ഈ പ്ലാന്റിൻ്റെ പേരെന്താ? എന്താണ്? റോസ് പ്ലാന്റ്. ഓക്കെ. Then അതിലത്തെ സി ക്വസ്റ്റ്യൻ, പുട്ട് ആൻഡ് ക്രോസ് മാർക്ക് അഗെയിൻസ്റ്റ് ദ ഇൻകറക്റ്റ് സെൻറ്റൻസസ് വൈൽ മേക്കിംഗ് എ ബട്ടർഫ്ലൈ പാർക്ക്. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ക്രോസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാന്റ് ദ പ്ലാന്റ്സ് വിച്ച് അട്രാക്ട്സ് ദ ബട്ടർഫ്ലൈ. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട. സ്പ്രേ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഓൺ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അവിടെ അപ്പോൾ എന്താ പറയുക, മാർക്ക് ചെയ്യുക, ക്രോസ് മാർക്ക് ചെയ്യുക. ഗീവ് വാട്ടർ ആൻഡ് ഓർഗാനിക് മാന്യൂവർ ടു ദ പ്ലാന്റ്സ്, ദെൻ പ്ലാന്റ് ഓൺലി ക്ലൈംബേഴ്സ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ അവിടെയും ക്രോസ് മാർക്ക് ചെയ്യുക. നെയിം ദ ബട്ടർഫ്ലൈ. അപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ പേര് എന്താണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ചെയ്ത് ആദ്യത്തെയാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ വിലാസിനിയാണ്. ഓപ്ഷൻ എ വിലാസിനി.
Then അടുത്ത ചോദ്യം, അടുത്ത ആക്ടിവിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ എക്സിബിറ്റഡ് ഇൻ ദ സോയിൽ ആർ ഗിവൻ ബിലോ. ഐഡൻറ്റിഫൈ ദ സോയിൽ ആൻഡ് നെയിം ദം ഇൻ ദ ബോക്സ് ഗിവൻ ബിലോ. അപ്പോൾ അലുവിയൽ സോയിൽ, ക്ലേ സോയിൽ, റെഡ് സോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്നൊക്കെ എഴുതുക. അപ്പോൾ ആദ്യത്തെ സോയിൽ ഇൻ റെഡ് കളർ, അപ്പോൾ അത് ഏതായിരിക്കും? അത് റെഡ് സോയിൽ. ഇനി സ്റ്റിക്കി സോയിൽ, അത് ഏതായിരിക്കും? അത് ക്ലേ ആണ്. ദെൻ ടോപ്പ് സോയിൽ ക്യാരിഡ് ബൈ വാട്ടർ, അപ്പോൾ ഇതെന്തായിരിക്കും? അത് അലൂവിയൽ സോയിൽ. ഓക്കെ. ദെൻ farmland ഓഫ് ജോസഫ് ആൻഡ് ആമിന ആർ ഗിവൻ ബിലോ. അപ്പോൾ ജോസഫിൻ്റെയും അതുപോലെ തന്നെ ആമിനാൻ്റെയും farmland ആണ് താഴെ തന്നിരിക്കുന്നത്. ഹൂസ് ലാൻഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രിവെൻറ്റിങ് സോയിൽ ഇറോഷൻ. അപ്പോൾ സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിൽ ഏത് മെത്തേഡാണ്? ജോസഫിൻ്റെ ആണോ ആമിനയുടെ ആണോ നല്ലത്? ഏതാണ്? ആമിന. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ലാൻഡ് ദാറ്റ് യു ഹാവ് ഐഡൻറ്റിഫൈ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ലാൻഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? The land is cut into different level for farming. Lot of trees are planted in each level for preventing soil erosion. When rainwater falls over this land, the roots of trees, plants, grass will prevent the washing away of soil. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5, occupational tools. നെയിം ദ ടൂൾസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് യൂസ്. അപ്പോൾ എന്താണ് ഇത്? സ്പെയ്ഡാണ്. അപ്പോൾ സ്പെയ്ഡിൻ്റെ യൂസും. ഇറ്റ് ഈസ് എൻ ആൻഷ്യൻ്റ് അഗ്രികൾച്ചർ ടൂൾ. ദ മെയിൻ പാർട്ട് ഓഫ് സ്പെയ്ഡ് ഈസ് സ്ക്വയർ ഷേപ്ഡ് വിത്ത് തിക്ക് അയൺ ലെയർ ആൻഡ് ഇറ്റ്സ് എഡ്ജ് ഈസ് വെരി ഷാർപ്പ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു shape soil, remove weeds, clear soil, digging soil, to harvest some root crops. Okay. അതിലത്തെ ബി ക്വസ്റ്റ്യൻ, ഈ കുറച്ച് ഓക്യുപ്പേഷനിൽ യൂസ് ചെയ്യുന്ന ടൂൾസും അതിൻ്റെ ആൾക്കാരിനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാച്ച് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ് ഓക്യുപ്പേഷൻ വിത്ത് ദയർ റിലേറ്റഡ് ടൂൾസ്. അപ്പോൾ ഒന്നാമത്തെ കത്രികയാണ്. അപ്പോൾ കത്രിക കറക്റ്റ് മാച്ച് ചെയ്യേണ്ടത് എന്താണ്? ടൈലറിൻ്റെ അവിടേക്ക്. പിന്നെ രണ്ടാമത്തെ ചൂലാണ്. ചൂലിൻ്റെ അവിടെ എന്താണ്? കുറച്ച് കച്ചറകളൊക്കെ അവിടെ ആക്കിയിട്ടിട്ടുണ്ട്, കുറച്ച് ഡസ്റ്റുകൾ. അപ്പോൾ അവിടേക്കാണ് ചൂല് മാച്ച് ചെയ്യേണ്ടത്. മൂന്നാമത്തെ എന്താ? മൂന്നാമത്തെ മഴുവാണ്. അപ്പോൾ അത് വിറക് കട്ട് ചെയ്യേണ്ട അവിടേക്ക് മാച്ച് ചെയ്യുക. നാലാമത്തെ സ്റ്റെതസ്കോപ്പ്. അപ്പോൾ അത് ഡോക്ടർ. ലാസ്റ്റ് വൺ എന്താ? ലാസ്റ്റ് വൺ പോട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ വീലല്ലേ, അപ്പോൾ അത് അതിലേക്ക് മാച്ച് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. Then activity 6, a class conducted on the topic health is wealth by school health club. The data prepared by members about the multiplying of disease spreading creatures are given below. What are the hygienic habits that must followed for a healthy life? Put tick mark. അപ്പോൾ ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈജീനിക് ഹാബിറ്റ്സ് ഒക്കെ ടിക്ക് ചെയ്യുക. അലോ ദ വേസ്റ്റ് മെറ്റീരിയൽസ് ടു അക്യുമുലേറ്റ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈറ്റ് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് മൗത്ത്. അപ്പോൾ അതും തെറ്റാണ്. വിയർ ക്ലീൻ ക്ലോത്ത്സ്. ഓക്കെ. അപ്പോൾ അത് ടിക്ക് ഇടുക. ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ, അത് ശരിയല്ല. അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ, അപ്പോൾ അത് ശരിയാണ്. കീപ് ദി സറൗണ്ടിങ് ക്ലീൻ, അപ്പോൾ അവിടെയും ടിക്ക് ഇടുക. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് വൺ ഡിസീസസ് സ്പ്രെഡ് ബൈ ദ ക്രിയേച്ചേഴ്സ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ ഈ മോസ്കിറ്റോ അതുപോലെ തന്നെ ഈച്ചയും അതുപോലെ തന്നെ കൊതുകും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് എന്തൊക്കെയാണ്? കൊതുക് സ്പ്രെഡ് ചെയ്യുന്നതാണ് ഡെങ്കു ഫീവർ, ദെൻ ഈച്ച, ഡിസെൻട്രി. ഓക്കെ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.